+1 +2 എക്സാംസ് ഒക്കെ ഫിനിഷ് ചെയ്ത് വാല്യുവേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ മുതലാണ് വാല്യുവേഷൻ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള. ഇന്നലെ ആൻസർ കീ ഡിസ്കഷൻ, സ്കീമിന്റെ ഒക്കെ ഡിസ്കഷൻ ആയിരുന്നു. ഇന്നു മുതലാണ് വാല്യുവേഷൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള. കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. നമ്പർ 1, വാല്യുവേഷൻ ലിബറൽ ആണോ ടഫ് ആണോ? നമ്പർ 2, ഓരോ പേപ്പറിലും എത്രത്തോളം സ്കോർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്? സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റിവീൽ ചെയ്യാൻ പോകുന്നത്. ഇന്ന് മുതൽ ഓരോ പേപ്പറിൻ്റെയും ആൻസർ കീ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് എത്ര മാർക്സ് ഓരോ പേപ്പറിലും സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം +1 +2 കോമേഴ്സ് എല്ലാ പേപ്പേഴ്സിനും ഓൺലൈനായിട്ട് കോച്ചിങ് അതുപോലെ തന്നെ എൻറ്റയർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. സോ നമ്മൾ +2 കോമേഴ്സിന്റെ ക്ലാസ്സസ് ഈ മാസം 30-ാം തീയതി മുതൽ ആരംഭിക്കാൻ പോവാണ്. ഓൺലൈനായിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സസ് വരാം. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. So this is Kiran CS. Once again, welcome back to KCS classes. സോ ഇതാണ് നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ +1 അക്കൗണ്ടൻസി വിത്ത് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. മാക്സിമം 80 മാർക്സ്, ടൈം 2.5 മണിക്കൂർ, കൂൾ ഓഫ് ടൈം 15 മിനിറ്റ്സ്. എല്ലാവർക്കും ഈ ഒരു പേപ്പർ ഓർമ്മയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് ഓരോ ചോദ്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ആൻസർ എന്താണെന്നുള്ളതും ഡിസ്കസ് ചെയ്ത് പോകാം കേട്ടോ. ഞാൻ അതിൻ്റെ സ്കീമും അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങളുടെ ആദ്യത്തെ സെക്ഷൻ 1, ആൻസർ എനി 8 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 10, ഈച്ച് ക്യാരീസ് 1 സ്കോർ. അപ്പോൾ 10 ചോദ്യങ്ങളുണ്ട്, അതിൽ 8 എണ്ണത്തിന് ആൻസർ ചെയ്യണം, 1 മാർക്കാണ് വരുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എമൗണ്ട് സ്പെൻഡ് ഫോർ പർച്ചേസിങ് ഫിക്സഡ് അസെറ്റ്. 4 ഓപ്ഷൻ ഉണ്ട്. നമ്പർ 1 റവന്യൂ എക്സ്പെൻഡിച്ചർ, നമ്പർ 2 ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, എക്സ്പെൻസസ് നൺ ഓഫ് ദി അബോവ്. ഈസി ചോദ്യമായിരുന്നു ആദ്യത്തെ. സോ അതിൻ്റെ ആൻസർ വരുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, സോ നിങ്ങൾ എന്താണ് ആൻസർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോട്ടീസ് ചെയ്ത് വെക്കുക, 1 മാർക്ക്. Moving to question number 2, accounting equation satisfies dash concept of accounting. Accounting equation satisfy ചെയ്യുന്നത് ഏത് കൺസെപ്റ്റ് ആണ്? നമ്പർ 1 മാച്ചിങ്, നമ്പർ 2 മണി മെഷർമെന്റ്, നമ്പർ 3 ഡ്യുവാലിറ്റി കൺസെപ്റ്റ്, ദെൻ ഓൾ ഓഫ് ദി അബോവ്. സോ ഡ്യുവാലിറ്റി കൺസെപ്റ്റ് ആണ് ആൻസർ വരുന്നത്, 1 മാർക്ക്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫിക്സഡ് അസെറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് വരുന്നത്, എല്ലാവർക്കും അറിയാം അല്ലേ, ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്കുള്ളതാണ്. രണ്ടാമത് അക്കൗണ്ടിങ് ഇക്വേഷൻ ഡ്യുവാലിറ്റി ആണ് വരുന്നത്. ഓക്കെ, സോ രണ്ടും ഈസി ചോദ്യങ്ങളായിരുന്നു. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3, റൺ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇൻക്രീസ് ഇൻ ഡാഷ്. നമ്പർ 1 എക്സ്പെൻസസ്, ദെൻ ഇൻകം, ക്യാപിറ്റൽ, ലൈബിലിറ്റി. സോ എന്താ ലൈബിലിറ്റി ഓർ ഇൻകം, 1 മാർക്ക്. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 3, റൺ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇൻക്രീസ്. ഇതിൽ ഏതിനാണെങ്കിലും നമുക്ക് ആൻസർ ശരിയാണ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4, എക്സസ് ഓഫ് അസെറ്റ് ഓവർ ലൈബിലിറ്റി. നമ്പർ 1 ഈസി ക്വസ്റ്റ്യൻസ് കേട്ടോ, ഇതൊക്കെ ബേസിക്സ് അല്ലായിരുന്നു. ക്യാപിറ്റൽ, ഇൻകം, അസെറ്റ്, ലൈബിലിറ്റി. സോ ആൻസർ വരുന്നത് ക്യാപിറ്റൽ അല്ലേ, ഈസി. ദെൻ നെക്സ്റ്റ് നമ്പർ 5, ദി സോഴ്സ് ഡോക്യുമെന്റ് ഓഫ് പർച്ചേസ്. പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്ന സോഴ്സ് ഡോക്യുമെന്റ് വൗച്ചർ, ഇൻവോയ്സ്, ക്യാഷ് മെമ്മോ, ക്രെഡിറ്റ് നോട്ട്. എന്താണ് ക്യാഷ് മെമ്മോ ഓർ ഇൻവോയ്സ്, രണ്ടും ശരിയാണ് കേട്ടോ. ക്യാഷ് മെമ്മോ ഓർ ഇൻവോയ്സ് രണ്ടിനും. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 6, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ബൈ. നമ്പർ 1 ഓഡിറ്റർ, ക്രെഡിറ്റർ, ബാങ്കർ, കസ്റ്റമേഴ്സ്, അക്കൗണ്ടന്റ്. കസ്റ്റമേഴ്സ്, അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കസ്റ്റമർ എന്ന് ചെയ്താലും നിങ്ങളുടെ ആൻസർ ശരിയാണ്. ഓക്കെ, ദെൻ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 7, സെയിൽ ഓഫ് മെഷീനറി ഈസ് ക്രെഡിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട് ഈസ് എൻ എറർ ഓഫ്.
Number 1, compensating error. Number 2, error of principle. Then one side error, two side error. Question number 7, error of principle. Okay. അപ്പോൾ നിങ്ങൾ എന്താണ് എഴുതിയിട്ടുള്ളതെങ്കിൽ നോട്ടീസ് ചെയ്ത് വെക്കുക. നമ്മളിപ്പോൾ ഇവിടെ ആൻസർ പറഞ്ഞു പോകണമല്ലോ, ഓൾറെഡി എക്സാം കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ഡിസ്കഷനിലോട്ട് പോകണില്ല. Number 8, depreciation is an dash expense. Number 1, revenue. Number 2, capital, non-expense. All of the above. എന്താണ് revenue expense, non-cash expense ആണ്. Okay. Then next, dash account debtor to salary outstanding. Entry ആണ് യൂഷ്വൽ ട്രേഡിംഗ് അക്കൗണ്ട്, P&L, salary, asset. Easy question. ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സാലറി അക്കൗണ്ട് ഡെറ്റഡ് ടു സാലറി ഔട്ട്സ്റ്റാൻഡിങ് നിങ്ങൾ എൻട്രി പഠിച്ചിട്ടുള്ളതല്ലേ. ഓക്കെ. ദെൻ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 10. സെയിൽസ് ആർ ഈക്വൽസ് ടു, അഗെയിൻ ഈസി ക്വസ്റ്റ്യൻ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് പ്രോഫിറ്റ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് പ്രോഫിറ്റ് ആണ് എന്ത് വരുന്നത്, സെയിൽസ് അല്ലേ. കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ്. സോ ഇതാണ് ഫസ്റ്റ് 10 ചോദ്യങ്ങളുടെ ആൻസർ. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ. ഓക്കെ. മൂവിങ് ടു പാർട്ട് 2, സെക്ഷൻ 2 ആണ്. ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ് ഫ്രം 11 to 16. ഈച്ച് carries 2 marks. ഈസി ക്വസ്റ്റ്യൻ number 11. Explain dual aspect concept. Every എന്താണ് transaction has 2 aspect, debit and credit അല്ലേ. At least 2 accounts are involved in recording a transaction. One account is debit and other is credit. ഈസി അല്ലേ. 2 മാർക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, on the basis of nature of errors can be classified into different types. ഏതൊക്കെയാണ് different types of errors? ഈസി. എറർ ഓഫ് കമ്മീഷൻ, എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് പ്രിൻസിപ്പിൾ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ഇപ്പോൾ ഒരെണ്ണം എഴുതിനെ നിങ്ങൾക്ക് 1/2 മാർക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ 2 മാർക്ക്. അഗെയിൻ പോയിന്റ്സ് ഔട്ട് 4 കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ്റെ കാരണങ്ങൾ. അഗെയിൻ ഈസി ക്വസ്റ്റ്യൻ. വെയർ ആൻഡ് ടയർ, then expiration of legal rights, obsolescence, abnormal factors. ഒരു പോയിന്റിന് 1/2 മാർക്ക് കേട്ടോ. Then next, give 2 examples of closing entries. ഏതെങ്കിലും 2 ക്ലോസിംഗ് എൻട്രീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ P&L അക്കൗണ്ട് ഡെറ്റഡ് ടു ഏതെങ്കിലും എന്താണ് P&L ഡെറ്റഡ് ടു സാലറി ഒരെണ്ണം, ദെൻ ഇൻട്രസ്റ്റ് റിസീവ് ഡെറ്റഡ് ടു എന്താണ് P&L. രണ്ടും ക്ലോസിംഗ് എൻട്രിയാണ്. ഒരെണ്ണത്തിന് 1 മാർക്ക്, 2 എഴുതിയിട്ടുണ്ടെങ്കിൽ 2 മാർക്ക്. 2 എക്സാമ്പിൾസ് തന്നിരിക്കണം. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 15. 15ാമത്തെ ചോദ്യം. Give journal entries for commission received in advance and outstanding salary. Again easy question. Commission received in advance in entry. Commission account debted to commission received in advance. അതുപോലെ തന്നെ സാലറി അക്കൗണ്ട് ഡെറ്റഡ് ടു സാലറി ഔട്ട്സ്റ്റാൻഡിങ്. എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യണു അല്ലേ. Then explain 4 basic terms of accounting. അക്കൗണ്ടിങ്ങിൻ്റെ 4 basic terms. ഈസി. ഡെറ്റേഴ്സ് ഏതെങ്കിലും 4 ടേം. വൺ ഹൂ ഓസ് മണി ടു ദി ബിസിനസ്, അവരെയാണ് നമ്മൾ ഡെറ്റർ എന്ന് പറയാം. ക്രെഡിറ്റർ, വൺ ടു ഹൂം ബിസിനസ് ഓസ് മണി അല്ലേ. അപ്പോൾ നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാർ അവരാണ് ക്രെഡിറ്റേഴ്സ്, നമുക്ക് പൈസ തരാനുള്ള ആൾക്കാർ അല്ലേ, അവരാണ് ഡെറ്റേഴ്സ്. ദെൻ ക്യാപിറ്റൽ, മൂലധനം, എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഇൻ ടു ബിസിനസ്. ഡ്രോയിങ്സ് എന്താ, പേഴ്സണൽ വിഡ്രോയിങ്സിനെയാണ് പറയാം. ക്യാഷ് ഓർ കൈൻ വിഡ്രോൺ ബൈ ദി ഓണർ ഫ്രം ദി ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ്. എനി 4 കറക്റ്റ് ബേസിക് ടേംസ്. ഒരെണ്ണത്തിന് 1/2 മാർക്ക് വീതം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു സെക്ഷൻ. മൂവിങ് ടു സെക്ഷൻ 3. ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ് ഫ്രം 17 to 22. ഈച്ച് ക്യാരീസ് 3 മാർക്സ്. ഡിസ്കസ് ദി ഫോളോയിങ്. മണി മെഷർ, ഈസി ക്വസ്റ്റ്യൻ. 3 കൺസെപ്റ്റുകളാണ്. മണി മെഷർമെൻറ്റ്, ഗോയിങ് കൺസേൺ, മാച്ചിങ് കൺസെപ്റ്റ്. എല്ലാവർക്കും അറിയുന്നതല്ലേ ഇതൊക്കെ. മണി മെഷർമെൻറ്റ് എല്ലാത്തിലും മോണിറ്ററി അല്ലേ. ട്രാൻസാക്ഷൻസ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി ക്യാൻ ഓൺലി ബി റെക്കോർഡഡ്. അതാണ് മണി മെഷർമെൻറ്റ്. ഗോയിങ് കൺസേൺ എന്താ, ദി ബിസിനസ് വിൽ കണ്ടിന്യൂ ടു ക്യാരി ഔട്ട് ഇറ്റ്സ് ബിസിനസ് ഇൻഡെഫിനിറ്റ്ലി. ബിസിനസ് വിൽ ഗോ ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം. അതാണ് ഗോയിങ് കൺസേൺ. മാച്ചിങ് കൺസെപ്റ്റ് എന്താ, എക്സ്പെൻസസ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരീഡ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് റവന്യൂ ഡ്യൂറിങ് ദാറ്റ് പീരീഡ് അല്ലേ. എക്സ്പെൻസസും റവന്യൂ മാച്ച് ചെയ്യുന്നതാണ് മാച്ചിങ് കൺസെപ്റ്റിൽ പറയുന്നത്.
So that's about our question. Question number 18, fill in the blanks with suitable account. Dash account debtor to capital 50,000 started എന്താണ് ബിസിനസ് വിത്ത് ഫർണിച്ചർ. ഈസി ക്വസ്റ്റൻ അല്ലേ ഇതൊക്കെ. ഫർണിച്ചർ അക്കൗണ്ട് debtor to capital അല്ലേ. Then next dash account debtor to dash salary paid. Salary pay ചെയ്യുമ്പോൾ എൻട്രി എന്താ? salary account debtor to cash. Okay. Moving to C, purchased machinery on credit. In this account, which account is debited? ഏത് അക്കൗണ്ടാ? മെഷീനറി. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. സോ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ അല്ലേ. സോ ഇതാണ് ആൻസർ മൂന്നെണ്ണത്തിൻ്റെ കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 19, മെൻഷനിങ് എനി 3 ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ചോദിക്കുന്നത്. ഹോൾ ബാലൻസ് ഓഫ് അക്കൗണ്ട്സ് ആണ് ട്രയൽ ബാലൻസ്. എന്തിനു വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്? ടു ചെക്ക് ദി അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ആക്യുറസിയാണ്. ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആകുമ്പോൾ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതൊക്കെ ക്ലിയർ ആണോ എന്നുള്ളത്, അതിൻ്റെ ആക്യുറസി മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ നമുക്ക് എറേഴ്സ് മനസ്സിലാക്കാം. ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റ് എറേഴ്സ് അല്ലേ. ദെൻ നമ്പർ 3, ടു ഹെൽപ്പ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിലൂടെ നമുക്ക് ട്രയൽ ബാലൻസിൽ നിന്നാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള ട്രേഡിംഗ് P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇതാണ് 3 ഒബ്ജക്റ്റീവ്സ് വരുന്നത് കേട്ടോ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 20, എക്സ്പ്ലെയിൻ ദി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ചാർജിങ് ഡിപ്രീസിയേഷൻ ഓൺ അസറ്റ്സ്. അഗെയിൻ ഈസി. 2 മെത്തേഡ് അല്ലേ. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൻ്റെ പ്രത്യേകത എന്താ? ഫിക്സഡ് ആണ് ഡിപ്രീസിയേഷൻ. നമ്പർ 2, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി കൊടുക്കണം. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഓരോ വർഷം കുറഞ്ഞു വരും അല്ലേ. അതാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഒരു മെത്തേഡ് എഴുതിയാൽ 1.5 മാർക്ക്. ഓക്കെ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 21, discuss how the items like provision for bad debts, income received in advance, outstanding expenses are treated at the time of preparing final account. Easy. ഓരോന്നും എങ്ങനെയാണ് ഫൈനൽ അക്കൗണ്ടിൽ അതിൻ്റെ പോസ്റ്റിംഗ് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ഇൻ P&L അല്ലേ. P&L അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ആൻഡ് ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് ആസ് എ ഡിഡക്ഷൻ ഫ്രം ഡെറ്റേഴ്സ്. P&L അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും വേണം, പ്രൊവിഷൻ ആയതുകൊണ്ട് തന്നെ അല്ലേ. ന്യൂ പ്രൊവിഷൻ നമ്മൾ എന്ത് ചെയ്യണം? P&L ഡെബിറ്റ് ചെയ്യണം. ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലെ ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ച് കാണിക്കണം അല്ലേ. അതന്നെ ട്രീറ്റ്മെൻറ്റ്. ദെൻ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ ഷുഡ് ബി ഡിഡക്ട് ഫ്രം കൺസേൺഡ് ഇൻകം ഇൻ ക്രെഡിറ്റ് സൈഡ് ഓഫ് P&L. ആ ഇൻകത്തിൽ നിന്ന് നമ്മൾ കൺസേൺഡ് ഇൻകത്തിൽ നിന്ന് മുൻകൂട്ടി ലഭിച്ചിട്ടുള്ള ഇൻകം നമ്മൾ കുറച്ച് കാണിക്കണം അല്ലേ. ദെൻ ഷുഡ് ബി ഷോൺ ഇൻ ദി ലൈബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. മുൻകൂട്ടി ഇൻകം ലഭിച്ചാൽ നമുക്കത് ലൈബിലിറ്റിയാണ്. സാലറി റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ബാധ്യതയാണ്. അപ്പോൾ ലൈബിലിറ്റി സൈഡിൽ കാണിക്കും വേണം. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് അല്ലേ. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താ? ഷുഡ് ബി ആഡഡ് ടു ദി കൺസേൺഡ് എക്സ്പെൻസ് ഇൻ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് P&L അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം ഔട്ട്സ്റ്റാൻഡിങ്. ദെൻ ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിൽ കാണിക്കും വേണം. ഓക്കെ. സോ ദാറ്റ്സ് അബൌട്ട് അതിൻ്റെ ആൻസർ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 22. Do not change policies frequently, otherwise it will lose the comparability quality of financial statement. Identify the concept behind this statement. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ പറയുന്ന റേറ്റുകളും ഡിപ്രീസിയേഷൻ്റെ കാര്യങ്ങളും പോളിസീസും ഇതൊന്നും മാറ്റാൻ സാധിക്കില്ലേ? എന്തുകൊണ്ട്? ഏത് കൺസെപ്റ്റിൻ്റെ ബേസിലാണ്? കൺസിസ്റ്റൻസിയാണ്. ഇപ്പോൾ നമ്മൾ ഒരു വർഷത്തിലിടയ്ക്ക് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് ഫോളോ ചെയ്തു, പിന്നെ റിട്ടേൺ ഡൗൺ വാല്യൂ ആക്കി മാറ്റി ഡിപ്രീസിയേഷൻ്റെ ട്രീറ്റ്മെൻറ്റിലൊക്കെ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ പാടില്ല. എന്താ? ഏത് കൺസെപ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്? കൺസിസ്റ്റൻസിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ മൂവിങ് ടു സെക്ഷൻ 4, ആൻസർ any 4 questions from 23 to 27. Each carries 4 marks. Briefly explain entity concept, full disclosure, materiality, accounting period. ഈസി അല്ലേ 4? എന്താണ് നോക്കിയേ? entity concept, it means എന്താ? ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഓണേഴ്സ് 2 persons ആണ്. ബിസിനസ് ആൻഡ് ബിസിനസ്മാൻ രണ്ടും 2 പേരാണെന്നുള്ളതല്ലേ എൻറ്റിറ്റി. സോ 2 separate person. ബിസിനസ് ഹാസ് എ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് സെപ്പറേറ്റ് എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. ബിസിനസ്സും ബിസിനസ്മാനും രണ്ടാണ്. ഫുൾ ഡിസ്ക്ലോഷർ, ദിസ് കൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ്
All important facts concerning financial performance of an enterprise must be fully and completely disclosed in financial statements. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഒരു ബിസിനസ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സും പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് ഫുൾ ഡിസ്ക്ലോഷറിൽ പറയുന്നത്. ഓക്കെ, ദെൻ മെറ്റീരിയാലിറ്റി എന്താ, ദിസ് കൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഓൾ മെറ്റീരിയൽ ഫാക്ട്സ്, the facts like influence the decision of investor creditor should be shown in the financial statement. എല്ലാ മെറ്റീരിയൽ കാര്യങ്ങളും നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്ത് ചെയ്യണം, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിനെ റിലേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരാണ് ആര്, ഇൻവെസ്റ്റർ ക്രെഡിറ്റർ, അവർക്കൊക്കെ എന്ത് ചെയ്യണം, കൺവേ ചെയ്യണം എന്നുള്ളതാണ്. സോ മെറ്റീരിയാലിറ്റി. ദെൻ അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കൺസെപ്റ്റാണ്. ഇറ്റ് മീൻസ് ദി സ്പാൻ ഓഫ് ടൈം അറ്റ് ദി എൻഡ് ഓഫ് which the financial statement of business are prepared to know whether it has earned profits or losses. നമ്മൾ ഓരോ വർഷത്തിൻ്റെ അവസാനം പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അറിയാൻ വേണ്ടിയിട്ട് ട്രേഡിംഗ് പീരിയഡിനെ കൊണ്ട് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. അല്ലാണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന 4-5 വർഷം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലാഭവും നഷ്ടവും നോക്കിയിട്ട് കാര്യമില്ല. അതാണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 23. ജേർണലൈസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ചോദ്യമാണ്. ജേർണലൈസ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ. ഈസി. അനിൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു അനിൽ അല്ലേ. ഡെബിറ്റ് വാർഡ് കംസ് ഇൻ. ക്യാഷ് വന്നു, അനിൽ എന്ത് ചെയ്തു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്തു. ഈസി അല്ലേ. ക്യാപിറ്റൽ അക്കൗണ്ട് അനിലിൻ്റെ പേഴ്സണൽ അക്കൗണ്ടാണ്. സോ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ദ ഗിവർ, ഗിവറെ ക്രെഡിറ്റ് ചെയ്തു. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യുന്നു, ക്യാഷ് പോകുന്നു. ഡെബിറ്റ് പർച്ചേസിനെ ഡെബിറ്റ് ചെയ്തു, ക്യാഷ് പോകുന്നു. ക്രെഡിറ്റ് വാർഡ് ഗോസ് ഔട്ട് അല്ലേ. ദെൻ നെക്സ്റ്റ് ബോട്ട് മെഷീനറി ഫോർ ക്യാഷ്. മെഷീനറി ഡെബിറ്റ് ചെയ്യണം, ഡെബിറ്റ് വാർഡ് കംസ് ഇൻ, ക്യാഷ് പോകുന്നു. സോ ക്രെഡിറ്റ് വാർഡ് ഗോസ് ഔട്ട്. മെഷീനറി അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് പർച്ചേസ് റിട്ടേൺ ₹2000. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റഡ് ടു പർച്ചേസ് റിട്ടേൺ. ഓരോ എൻട്രിക്കും അരമാർക്കാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് വേജസ് പെയ്ഡ്. പെയ്ഡ് വേജസ് എക്സ്പെൻസ് ആണ്. സോ വേജസ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മോഹൻ. മോഹൻ റിസീവർ ആണ്. ദെൻ സെയിൽസിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. മോഹൻസ് അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് സോൾഡ് ഗുഡ്സ് ഫോർ ₹7,50,000. ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്, ക്രെഡിറ്റ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് പെയ്ഡ് റെന്റ് ഫോർ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഓഫ് ദി ഓണർ. ഡ്രോയിങ്സ് ആണ് അല്ല, ഓണറുടെ. സോ ഡ്രോയിങ്സ് ഡെറ്റഡ് ടു ക്യാഷ്, ക്യാഷ് പോകുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 24. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 25. എക്സ്പ്ലെയിൻ ദി റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഈസി. സോ നെയിം ലൈബിലിറ്റി ഡെബിറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്, ഡിക്രീസ് ചെയ്യുമ്പോൾ. ദെൻ ക്രെഡിറ്റ് ഇൻക്രീസ്, ക്യാപിറ്റൽ ഡിക്രീസ് ഇൻക്രീസ്, റവന്യൂ ഡിക്രീസ് ഇൻക്രീസ്, എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ഡിക്രീസ്. ഓരോന്നിൻ്റെയും റൂൾസ് ആണ്. ഓക്കെ, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ല, ഫുൾ മാർക്ക് അടിക്കാൻ പറ്റും ഇത്. ക്വസ്റ്റ്യൻ നമ്പർ 25. ദെൻ നെക്സ്റ്റ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിനെ റിലേറ്റ് ചെയ്തുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. Prepare a bank reconciliation statement with particulars of Vimala as on 31/3/2023. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് പറഞ്ഞിട്ടുണ്ട്, ചെക്ക് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കതിൻ്റെ ആൻസറിലോട്ട് പോകാം കേട്ടോ. നമ്മൾ കയ്യിൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നോക്കാം. ഇതാണ് നമ്മൾ അതിന് തന്നെ ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യണു. ദെൻ അതിൽ നമുക്ക് അതിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്യുക, ലെസ് ചെയ്യാനുള്ളത് ലെസ് ചെയ്യുക. ചെക്സ് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കി വെച്ചോളൂ. ഡിവിഡൻഡ് കളക്റ്റഡ് ബൈ ബാങ്ക് ആഡ് ചെയ്യണു, ബാങ്ക് ചാർജസ് ലെസ് ചെയ്യണു. ചെക്സ് ഡിപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ്. ബുക്ക് ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് അതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ രണ്ടും ഈക്വൽ ആവുന്നു. സോ ഫുൾ മാർക്ക് കിട്ടും, 4 മാർക്ക്. ഏതെങ്കിലും ഒരെണ്ണം ശരിയായാൽ 1 മാർക്ക് അവിടെ ലഭിക്കും എന്നുള്ളതാണ് കേട്ടോ. എല്ലാം ശരിയായാൽ മാത്രമല്ല ഫുൾ മാർക്ക് ലഭിക്കുക. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 27 ഡിപ്രീസിയേഷൻ്റെ ആണ്. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി പർച്ചേസ്ഡ് ഓൺ
1 for 2019 for 2 lakh by Nakshatra Traders under return value method. They spend rupees 10,000 for installation. Depreciation is provided at 10% per annum. Prepare machinery account for the first 3 years. Accounts are closed on 31st March every year. So ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. നമുക്ക് നോക്കാം. മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണോ? ഓപ്പണിംഗിൽ ടു ക്യാഷ് 2,10,000 വരുന്നു. ദെൻ ബൈ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് 10% 21,000 എഴുതുന്നു. ദെൻ നെക്സ്റ്റ് ഇയറിലോട്ട് അത് ക്യാരി ഫോർവേഡ് ചെയ്തു. അഗെയിൻ നമ്മുടെ ഡിപ്രീസിയേഷൻ വരുന്നത് 1,89,000 10%. അല്ല, ഈസി ക്വസ്റ്റ്യൻ. ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. സോ ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 27. Moving to section 5. Answer any 3 questions from 28 to 31. Each carries 5 scores. അമ്മോ, ഇതൊന്നും ഉണക്കിയ കഴിയാറായി. ലാപ്പിൻ്റെ ചാർജിങ്. നീ എന്തിരുന്ന് ഗ്യാസ് വിടണ എൻ്റെ കൂടെ? ഷോ പോയവിടുന്ന്. എനിക്കിങ്ങനെ വൃത്തിയില്ലാത്ത സ്വഭാവം ഇഷ്ടമല്ല. Each carries 5 scores. Number 1. Answer any 3 questions from 28 to 31. Each carries 5 scores. അപ്പോൾ നമുക്ക് നോക്കാം. Question number 28. What do you understand the financial statements? And explain the different components of it. So, question number 5. Financial statements എന്താണ് അതിൻ്റെ കമ്പോണൻസ്? ഈസി അല്ലേ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് എന്താണ്? ഫൈനൽ അക്കൗണ്ട്സ് ആണ്. പ്രിപ്പയർഡ് അറ്റ് ദി എൻഡ് ഓഫ് an accounting year to know the financial position and financial result of the business. ഒരു ബിസിനസിന്റെ അല്ലെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഒരു സ്ഥാപനം ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇറ്റ് ഇൻക്ലൂഡ്സ് ട്രേഡിംഗ് P&L അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ട്രേഡിംഗ് അക്കൗണ്ട് ഇതിന് വേണ്ടിയിട്ട് ആ ട്രേഡിംഗ് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് P&L അക്കൗണ്ട് ഒരു വർഷത്തിലെ ലാഭനഷ്ടം അറിയാൻ വേണ്ടിയിട്ട് ടു അസർട്ടൈൻ ദി പ്രോഫിറ്റ് ഏൺ or loss sustained by a business during an accounting period. This can be easily worked out by preparing P&L. Balance sheet നമ്മുടെ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് അല്ലേ? To ascertain the financial position of the business concerned in the form of its assets and liabilities at the end of every accounting period, which can be easily worked out by preparing balance sheet. So easy question. 5 മാർക്ക് മുഴുവനായിട്ട് കിട്ടും. സോ ഓരോന്നിനും എങ്ങനെയും മാർക്ക് കിട്ടണം നോക്കിയാൽ ആദ്യം എന്താണ് എഴുതുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എഴുതുമ്പോൾ 2 മാർക്ക്, ബാക്കി ഓരോന്നിൻ്റെ എക്സ്പ്ലനേഷനും ഓരോ മാർക്ക്. ഇങ്ങനെയാണ് കേട്ടോ 5 മാർക്ക് ഇടാം. നിങ്ങളിപ്പോൾ ഇതേപോലെ തന്നെ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലിടാം. Then next question number 29. Briefly explain the qualitative characteristics of accounting information. സോ എന്താണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിക്കുന്നത്. നമ്പർ 1 റിലയബിലിറ്റി അല്ലെ? നമ്മുടെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് റിലയബിൾ ആയിരിക്കണം. ഇറ്റ് മീൻസ് ദി യൂസേഴ്സ് മസ്റ്റ് ബി ഏബിൾ ടു ഡിപ്പെൻഡ് ഓൺ ദി ഇൻഫർമേഷൻ. നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ ആൻഡ് യൂസേഴ്സിന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും. ഈ ട്രേഡിംഗ് P&L അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് വെച്ച് പല ഡിസിഷൻ എടുക്കുന്ന ബാങ്കുകൾ ഉണ്ടായിരിക്കും അല്ലേ? നമ്മുടെ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടായിരിക്കും. അവർക്കൊക്കെ ഇത് വെച്ചിട്ട് ഒരു ഉപയോഗം ഉണ്ടായിരിക്കണം, അതിന് വിശ്വസിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. A reliable information must be free from errors and bias. To ensure reliability, the information disclosed must be credible, verifiable, independent parties and be neutral and faithful. നമുക്ക് വിശ്വസിക്കാൻ വിശ്വാസയോഗ്യമായിരിക്കണം. The relevant ആയിട്ടുള്ളതായിരിക്കണം. To be relevant, information must be available in time. സമയത്തിന് കിട്ടണം. ലേറ്റ് ആയിട്ട് കിട്ടിയിട്ട് കാര്യമില്ല. മസ്റ്റ് help in prediction and feedback and must influence the decisions of users. Then understandability മനസ്സിലാക്കാൻ പറ്റണം. It means users must interpret accounting information in the same sense as it is prepared and conveyed to them. നമ്മൾ എന്താണോ ഈ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അത് തന്നെ ഒരാൾ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇൻഫർമേഷൻ ഈസ് സെഡ് ടു ബി ഇഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റഡ് വെൻ ഇറ്റ് ഈസ് interpreted by the receiver in the same sense in which the sender has sent. ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് അത് തന്നെ വായിക്കുന്ന ആൾക്കാർ, നോക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ദെൻ കമ്പയറബിലിറ്റി. നമ്മുടെ ഇൻഫർമേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മറ്റൊരു ഇൻഫർമേഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റണം. ദി യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആർ കമ്പയറബിൾ
to compare various aspects of organization over different periods and with other organization. നമുക്ക് എപ്പോഴും കമ്പയർ ചെയ്യാൻ പറ്റുക രണ്ടും ഒരേ സ്റ്റാൻഡേർഡിൽ ചെയ്യുമ്പോഴാണ്, എല്ലാ കാര്യങ്ങളും ഒരേ സ്റ്റാൻഡേർഡിൽ ചെയ്യുമ്പോഴാണ്. To be comparable, accounting reports must belong to a common period and use of common unit of measurement and format of reporting. ഇതെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്, റിലയബിലിറ്റി, റിലവൻസ്, understandability, comparability. Moving to next question, explain the different causes of mismatching passbook balances with cash book balance. Easy. ഇത് പഠിച്ചാലേ നമുക്ക് ഇതിനെ ഈ പറയുന്ന റീകൺസിലേഷൻ്റെ കൺസെപ്റ്റ് തന്നെ കിട്ടുള്ളൂ. നമ്പർ 1, ചെക്ക് ഡിപ്പോസിറ്റഡ് ബട്ട് നോട്ട് പ്രോസസ്ഡ്. ഓരോന്നിനും ഓരോ മാർക്ക്. ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ ദി പാസ്ബുക്ക്, നോട്ട് എൻറ്റേർഡ് ഇൻ ക്യാഷ് ബുക്ക്. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെന്റ്. ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ് ഓൺലി റെക്കോർഡഡ് in passbook, then customer directly paid into bank, not entered in cash book. ഒരെണ്ണത്തിന് ഒരു മാർക്ക് കേട്ടോ. Then question number 31, credit sales to Babu 20,000 was posted to his account as only 2,000, suggest rectification entry. വളരെ ഈസി ചോദ്യം, 5 മാർക്ക് ഇതിനൊക്കെ. ബാബു അക്കൗണ്ട് ടു സസ്പെൻസ്. ഈസി ക്വസ്റ്റ്യൻ, 5 മാർക്സാ ഒറ്റ എൻട്രിക്ക്. ആരൊക്കെ അത് ചെയ്തിട്ടുണ്ടോ? Then next section 6, answer any 2 questions from 32 to 34. Each carries 8 scores. അതിന് അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ ഒരു ചോദ്യമാണ് കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, നമുക്കത് നോക്കാം. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ, 8 മാർക്ക് വരുന്നത് കേട്ടോ. ഇതോ അസറ്റ് പ്ലസ് ലൈബിലിറ്റീസ്, capital plus liabilities equal assets. ക്യാപിറ്റൽ ഓൾറെഡി ഉണ്ടായിരുന്നത് 1,75,000, അത് എഴുതി. വരുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് ഈക്വൽ 1,75,000. ക്രെഡിറ്റേഴ്സ് വരുന്നു. ഓരോ ട്രാൻസാക്ഷനും ക്വസ്റ്റ്യനിൽ നോക്കിയാൽ നമുക്ക് കിട്ടും. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, പിന്നെ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാജൻ, അപ്പോഴാണ് 50,000 വരുന്നത്. അപ്പോൾ ഗുഡ്സ് വരുമ്പോൾ സ്റ്റോക്കിൽ 50,000 ട്രീറ്റ്മെൻറ്റ്, പിന്നെ ക്രെഡിറ്റേഴ്സിലും നമ്മൾ 50,000 കാണിക്കണം. ഇവിടെ നമുക്ക് ക്യാപിറ്റൽ വരുമ്പോൾ ക്യാപിറ്റൽ 1,75,000 എഴുതി, ക്യാഷ് വരുന്നു അതുകൊണ്ട് 1,75,000 എഴുതി. രണ്ടാമത്തെ എൻട്രിയാണ് 50-50, ടോട്ടൽ ചെയ്തപ്പോൾ ഈക്വലായി രണ്ട് സൈഡും. ദെൻ നെക്സ്റ്റ് സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് 17,500 ഓൺ ക്രെഡിറ്റ് ടു മോഹൻ 20,000. സോ അവിടെ നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത് വിൽക്കണു എന്നുള്ളതാണ്. 17,500 രൂപ വിലയുള്ള സാധനം 20,000 രൂപയ്ക്കാണ് വിൽക്കുന്നത് മോഹന്, അല്ലേ? അപ്പോൾ അസറ്റ്സിൽ ഉള്ള ട്രീറ്റ്മെൻറ്റ്. ദെൻ ക്യാപിറ്റൽ ഉണ്ടായിട്ടുള്ള ഇഫക്റ്റ് 2,500, അതിൻ്റെ ഡിഫറൻസ് കാരണം നമുക്ക് അവിടെ ലാഭം കിട്ടി, അല്ല പ്രോഫിറ്റ് വരുമ്പോൾ അത് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ദെൻ ഇവിടെ 17,500 പ്ലസ് 20,000 ഡെറ്റേഴ്സിൽ വന്നു. അവിടെ ക്രെഡിറ്റിനാണ്, അല്ല കടത്തിനാണ് നമ്മൾ വിറ്റിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഡെറ്റേഴ്സിൽ 20,000 കാണിച്ചിട്ടുള്ളത് കേട്ടോ. സ്റ്റോക്കിൽ നിന്ന് 17,500 രൂപ നമ്മൾ കുറച്ചും കാണിക്കണം. അത്രത്തോളം 50,000 ഉള്ളതിൽ നിന്ന് 17,500 മുതൽ നമ്മൾ എന്ത് ചെയ്തു, വിറ്റു. ബാലൻസ് 32,500. അപ്പോൾ 17,500 ഉള്ളത് 20,000 വിറ്റു, 2,500 ലാഭം, 20,000 നമ്മൾ ഡെറ്റേഴ്സിൽ കാണിച്ചു. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ഓഫീസ് യൂസ് 10,000. സോ 10,000 ഓഫീസ് യൂസിന് എന്ത് മേടിച്ചു, ഫർണിച്ചർ മേടിച്ചു ഓഫീസ് യൂസിന്. സോ 10,000 എവിടെ കാണിക്കണം, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി, മൈനസ് ക്യാഷ്, ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് പുതിയ സെറ്റ് എഴുതി 10,000. നെക്സ്റ്റ് ക്യാഷ് പെയ്ഡ് ടു രാജൻ ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ്. രാജന് ഫുൾ സെറ്റിൽമെൻറ്റ് നടത്തി. സോ നമ്മൾ കൊടുക്കാനുണ്ടായിരുന്ന 50,000 രൂപയാണ്. അപ്പോൾ മൊത്തം 50,000 കുറഞ്ഞു, 48,500 രൂപയെ പക്ഷെ നമുക്ക് കൊടുത്തുള്ളൂ. 1,500 രൂപ നമുക്ക് ലാഭം. ഓക്കെ, കൊടുക്കാനുള്ളത് 50,000, 48,500 സെറ്റിൽ ചെയ്തു. അതുകൊണ്ട് 1,500 രൂപ ലാഭം ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്തു. ലാഭം എപ്പോഴും ക്യാപിറ്റലിൻ്റെ കൂടെയാണ്, അല്ലേ? ദ നെക്സ്റ്റ് ക്യാഷ് റിസീവ്ഡ് ഫ്രം മോഹൻ 20,000. അപ്പോൾ ക്യാഷിൽ 20,000 എഴുതി, മോഹനിൽ നിന്ന് 20,000 കുറച്ചു, തരാനുള്ളത് കിട്ടി. പെയ്ഡ് റെൻറ്റ് 1,000, റെൻറ്റ് 1,000 പേ ചെയ്തു. ക്യാഷിൽ നിന്ന് പോയി, ക്യാപിറ്റലിൽ നിന്നും ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം, അല്ലേ? റെൻറ്റ് നമ്മൾ പേ ചെയ്യുമ്പോൾ അവിടെ എന്താണ് എഫക്റ്റ് വരുന്നത്, എക്സ്പെൻസ് കൂടുന്നു. എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എത്രത്തോളം കുറയും.
ക്യാഷ് വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് ഡ്രോയിങ്സ് ആണ് 3000 ക്യാപിറ്റൽ എന്ന് പറയണം, ക്യാഷ് എന്ന് പറയണം. ദാറ്റ്സ് ഓൾ. ഓക്കെ, 8 മാർക്ക് കേട്ടോ. അക്കൗണ്ടിങ് ഇക്വേഷൻ. നെക്സ്റ്റ് വരുന്നത് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണ്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്യാഷ് ബാലൻസ് എൻ്റെ ആൻസർ കാണിച്ചു തരാം. ഇതാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഡബിൾ കോളം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ക്യാഷ് ബാലൻസ്, പർച്ചേസ് ഗുഡ്സ് ബൈ ചെക്ക്, ഇതൊക്കെയാണ്. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ബാലൻസ് നമ്മുടെ ആൻസറിൽ അവസാനം വന്നിട്ടുണ്ടായിരുന്നത് 17,500, ക്യാഷിൽ ബാങ്ക് 15,400. അപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൻസർ ഏത് എന്നുള്ളത് നിങ്ങൾ നോക്കാം കേട്ടോ. ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ ഫൈനൽ അക്കൗണ്ട് ഓഫ് സ്റ്റാർ ട്രേഡേഴ്സ് ലിമിറ്റഡ് ഫോർ ദി ഇയർ എൻഡിങ് 31 March 2024. ട്രയൽ ബാലൻസ് വന്നിട്ടുണ്ട്. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കിതിൻ്റെ ആൻസറിലോട്ട് കിടക്കാം. അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു, പ്രൊവിഷൻ ഉണ്ടായിരുന്നു, ഡിപ്രീസിയേഷൻ, എമിഷൻ 30,000 പർച്ചേസർ ഓൺ 1 October 2023. അപ്പോൾ ആൻസർ വന്നിട്ടുണ്ടായിരുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ഗ്രോസ് പ്രോഫിറ്റ് 97,000 ആയിരുന്നു കേട്ടോ. ദെൻ നെറ്റ് പ്രോഫിറ്റ് 75,800 ആയിരുന്നു. ഞാൻ ഒന്നുകൂടിയും കാണിച്ചു തരാം, നിങ്ങൾക്ക് നോക്കാം. ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് P&L ഇതായിരുന്നു. ട്രീറ്റ്മെൻറ്റൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, 75,800. ഡീറ്റെയിൽ ഡിസ്കഷന് പോകണില്ല. ബാലൻസ് ഷീറ്റ് ടാലി ആയിട്ടുള്ള എമൗണ്ട് ആണ് എല്ലാവരും നോക്കേണ്ടാവുക. 3,43,200. ഓക്കെ, ഇതാണ് ആൻസർ. 3,43,200. ട്രേഡിംഗ് അക്കൗണ്ടിന് 2 മാർക്ക്, P&L 3 മാർക്ക്, ബാലൻസ് ഷീറ്റ് 3 മാർക്ക്. സോ ദാറ്റ്സ് ഓൾ നമ്മുടെ മൊത്തം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളത്, നിങ്ങളിപ്പോൾ ഇത് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ബാക്കിയുള്ള ഇതിപ്പോൾ നമ്മുടെ ആദ്യത്തെ അക്കൗണ്ടൻസി ആണ് നമ്മൾ ഫിനിഷ് ചെയ്ത. ഇനി ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, ബാക്കിയുള്ള എല്ലാ പേപ്പേഴ്സും നിങ്ങൾ +1 എഴുതിയിട്ടുള്ളത് നമ്മൾ അതിൻ്റെ ആൻസർ കീ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഓരോ ദിവസവും ഇപ്പോൾ നിങ്ങൾ +1 ആണ് എഴുതി കഴിഞ്ഞാൽ ഇനി +2ൻ്റെ ആണ്. +2ൻ്റെ ക്ലാസ്സസ് നമ്മൾ ഈ മന്ത് എൻഡ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ +2 കോമേഴ്സിൻ്റെ സിലബസ് എങ്ങനെ പഠിക്കണം, സ്മാർട്ടായിട്ട് എങ്ങനെ നമുക്ക് കുറച്ച് സമയം പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും, ഇങ്ങനെയുള്ള എൻറ്റയർ സപ്പോർട്ടിങ് വീഡിയോസുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. സോ നിങ്ങളുടെ സംശയങ്ങളും മറുപടികളും ഒക്കെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. Have a nice day. Thank you.